മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 28 അധ്യായം 8 മുതൽ 15 വരെയുള്ള വചനഭാഗം യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള രണ്ട് പ്രധാന പ്രതികരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശിഷ്യരുടെ ഭക്തിയും വിശ്വാസവും, മറുഭാഗത്ത് അധികാരികളുടെ ഭയവും വ്യാജ പ്രചരണവും. കല്ലറ ശൂന്യമാണെന്ന് കണ്ട ദൂതൻ്റെ വാക്കുകൾ കേട്ട് സ്ത്രീകൾ ഭയത്തോടും എന്നാൽ വലിയ സന്തോഷത്തോടും കൂടി ഓടുകയാണ്. സുവിശേഷം അറിയിക്കുന്നതിൽ കാണിക്കേണ്ട ജാഗ്രതയാണിത്. അവർ യേശുവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നവർക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ ആവില്ല. സ്ത്രീകൾ സന്തോഷവാർത്തയുമായി പോകുമ്പോൾ കാവൽക്കാർ നഗരത്തിൽ ചെന്ന് പുരോഹിതന്മാരെ കണ്ട് നടന്ന കാര്യങ്ങൾ അറിയിക്കുന്നു. അത്ഭുതം നടന്നു എന്നറിഞ്ഞിട്ടും അത് വിശ്വസിക്കാനല്ല, മറച്ചു പിടിക്കാനാണ് അധികാരികൾ ശ്രമിച്ചത്. ശിഷ്യന്മാർ വന്ന് മൃതദേഹം മോഷ്ടിച്ചു എന്ന നുണയും പ്രചരണവും നടത്തുന്നു. ഇന്നും ലോകം സത്യത്തേക്കാൾ വേഗത്തിൽ നുണകളെ വിശ്വസിക്കുന്നു. എന്നാൽ സത്യം ഒരിക്കലും കുഴിച്ചുമൂടപ്പെടാൻ അല്ല എന്ന് ചരിത്രം തെളിയിക്കുന്നു. സന്ദേശം: ഈ വചനഭാഗം നമ്മോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: നാം ആരുടെ പക്ഷത്താണ്? സ്ത്രീകളെ പോലെ ഭയത്തെ അതിജീവിച്ച് സന്തോഷത്തോടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ലോകത്തിന് അറിയിക്കുന്നവരുടെ കൂടെയോ, അതോ സത്യമറിഞ്ഞിട്ടും സ്വാർത്ഥ ലാഭങ്ങൾക്കായി നുണകളെ പ്രചരിപ്പിക്കുന്നവരുടെ കൂടെയോ?